ചേച്ചി ഈ അധികാരമില്ലാത്തവരുടെ കൂടെ നിന്നിട്ടേ ഒരു കാര്യമില്ല. ലീലാവതി ചേച്ചി നാത്തൂനാ, പക്ഷേ സതി ചേച്ചി വിചാരിച്ചാലേ കാര്യങ്ങളൊക്കെ നടക്കും. അങ്ങനെ ചിന്തിക്കണം. അതാണ് യുക്തിയോടുള്ള കാര്യവിചാരം. അധികാരം ഉള്ളിടത്തോട്ടായിരിക്കും നമ്മൾ എപ്പോഴും ചായാറ്. ലത ചേച്ചി എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്റെ കാര്യം ഒന്ന് പറയണം. സതി ചേച്ചിയോടെ എന്നെ കുറിച്ച് അല്പം സുധിച്ച് പറയണം. ഞാൻ സതി ചേച്ചിയുടെ ആരാധികയാണെന്നും അതാണ് ഇതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയാം. പക്ഷേ അങ്ങനെ പറയുന്നത് കൊണ്ട് എനിക്കെന്ത് നേട്ടം കിട്ടും? നേട്ടം കിട്ടും. ചേച്ചി നോക്കിക്കോ, ഞങ്ങളെ തമ്മിൽ സൗഹാർദ്ദിച്ച് തന്നാലേ ലത ചേച്ചിക്ക് അതിൻ്റെതായ നേട്ടം വന്നു കയറും. എങ്ങനെ? നന്ദി വാക്കാൽ പൂച്ചണ്ടായിട്ടാണോ അതോ കാശായിട്ടോ? കാശായിട്ട്. എങ്കി ഏറ്റു. നിങ്ങളെ തമ്മിൽ അടുപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അന്നമ്മയുടെ വരട്ടെ, അവരൊരു പരിഹാരം ഉണ്ടാക്കും. എവിടെ എന്നെ സ്വസ്ഥമായിട്ട് നഗർ ഭരിക്കാൻ അവിടെ സമ്മതിക്കത്തില്ല. ഞാൻ ഈ സ്ഥാനവും അന്ധകരണം പിടിച്ച വാക്കുകളൊന്നും പറയാതെ. ഭരണമെന്ന് പറയുന്നതേ 12 വർഷത്തിൽ ഒരിക്കൽ പൂക്കുന്ന കുറിഞ്ഞിയാ, നീലക്കുറിഞ്ഞി. നീലക്കുറിഞ്ഞി സ്വാഭാവികമായി വാടുന്നത് വരെ ചെടിയിൽ തന്നെ നിൽക്കണം. ഇരുത്ത് കളഞ്ഞാ പിന്നെയും കാത്തിരിക്കണം 12 വർഷം. എന്റെ ദൈവമേ, എനിക്കത് ആലോചിക്കാൻ കൂടി വയ്യ. അധികാരം കിട്ടില്ലെങ്കിൽ സാരമില്ല, നമ്മൾ അതിന്റെ സുഖവും സ്വാദും അറിഞ്ഞിട്ടില്ല. പക്ഷേ അത് രുചിച്ച് കഴിഞ്ഞാ പിന്നെ സാക്ഷാൽ അമൃത് കൊണ്ടുവന്ന് മുമ്പിൽ വെച്ചാലും ശരി, അത് തട്ടിത്തെറിപ്പിച്ചിട്ട് അധികാര പായസം തുടങ്ങി. അധികാര പായസം ഞങ്ങളുടെ മാഡത്തെ കാത്തിരിക്കുവായിരുന്നു. എന്റെ മാഡം, ആ ലീലാവതി പ്രതിപക്ഷം ആൾക്കാരെ പറഞ്ഞിളക്കി എന്നെ ഭരിക്കാൻ സമ്മതിക്കുന്നില്ല. ഞാൻ കളഞ്ഞിട്ട് പോവുക. നഗർ ഭരിച്ച് എനിക്ക് മടുത്തു. ഭരണം അങ്ങനെ കളഞ്ഞിട്ട് പോയ ദൈവത്തിനാണ് ഞങ്ങൾ എല്ലാവരുടെ കാര്യം ആത്മഹത്യ ചെയ്യും. നിങ്ങൾ തൽക്കാലം ക്ഷമിക്കേ, ഞാൻ ഇപ്പൊ വരാം. പോയിട്ട് വരട്ടെ. താഴെ ആകെ പുകിൽ പിടിച്ചിരിക്കാണ്. നമ്മൾ വിട്ടുകൊടുക്കരുത്. ഓൾറെഡി തുടങ്ങുമ്പോ വേണം വഴക്ക് മൂർച്ഛിപ്പിക്കാൻ. അത് തന്നെ, ഇരുമ്പ് ചുട്ടുപഴുത്തിരിക്കുമ്പോ വേണം അടിക്കാൻ. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ പരത്തിയെടുക്കാം. ഞാൻ ഇരിക്കാൻ വന്നതല്ല. ലീലാവതിന്റെ താഴേക്ക് വരണം, നമുക്ക് ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. ഇല്ല പ്ലീസ്, അന്നമ്മ ചേർത്തി ഇതിൽ ഇടപെടരുത്. അറിയാലോ, ഇലക്ഷന് ഞാൻ കാശ് തന്നിട്ടുണ്ട്. ആ കാശ് തിരികെ തരാൻ പറ്റുമോ? അല്ല, അത് കണ്ടോ, അപ്പൊ നമ്മൾ തമ്മിലൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്, കടപ്പാടുണ്ട്. ഞാനൊരു പാവം പണക്കാരിയായിട്ട് പറയുന്നതല്ല, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കണം. പറ്റുമോ? അനുസരിക്കാം, പക്ഷേ താഴേക്ക് വരാൻ പറയരുത്, എനിക്ക് നാണവാ. ശരി, വേണ്ട, താഴേക്ക് വരണ്ട. എങ്കിൽ അഭിമാനം രക്ഷപ്പെട്ടു. എന്തു അനുസരിക്കും? അനുസരിക്കാം. എടോ ഗുണ്ടേ. ഗുണ്ടയല്ല, ഗൺമാൻ. തിരുത്തല്ലേ, പ്രഭാകരനെ തിരുത്തല്ലേ. ഞങ്ങൾ പ്രസിഡന്റ് ബന്ധുക്കളാ. ഭരിക്കുന്നവരുടെ ബന്ധുക്കൾ എന്ത് പറയുന്നോ അതങ്ങ് സമ്മതിച്ചോളണം. ഇപ്പൊ തന്നെ ഞാൻ തമാശ പറയും. അതിന് വിറ്റില്ലെങ്കിൽ നീ തിരിച്ചോളണം. അതാണ് എന്റെ രീതി, മനസ്സിലായില്ലേ? ദേ ഒരാൾ താഴെ തങ്ങട് തെന്നി അങ്ങോട്ട് വീണു. നീ ചിരിക്കത്തില്ലല്ലേ? നിന്റെ ജോലി അന്തരിപ്പിക്കും. പുതിയ ആളല്ലേ, ഭരണത്തിന്റെ രീതികളൊക്കെ മനസ്സിലായി വരുന്നല്ലേ ഉള്ളൂ. അവ ശരിയാവും, അല്ലെങ്കിൽ ശരിയാക്കും. ഞാനിപ്പോ ഒരു പുതിയ വെച്ച് പറയാം. പത്താമത്തെ വിറ്റ്. ഓ, 10ാമത്തെ വിറ്റ്. ചേച്ചി അല്ല, അല്ല സഹിച്ചേച്ചിക്ക് എന്തോ സംസാരിക്കണോന്ന്. എന്തോന്ന്? അല്ല, ഈ സഹിച്ചേച്ചിക്ക് ലീലാവതി ചേച്ചിയോട് എന്തൊക്കെയോ സംസാരിക്കണോന്ന്. എന്ത് സംസാരിക്കണോന്ന്? കൊറേ രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിക്കണോന്ന് പറഞ്ഞു. രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ പൊതുവേദിയില്. അല്ല, താഴോട്ട് വന്ന് പോ. പോവുകയാണല്ലോ.
അയ്യടാ അവന്റെ ഒരു രാഷ്ട്രീയ കാര്യം. ആ, ദാ, അവളെന്തു പറഞ്ഞു? രക്ഷയില്ല ചേച്ചി, ഏ? ബലം പിടിച്ച് നിൽക്കുകയാണ്. ഒരു കാര്യം ചെയ്യാം, നമുക്കിപ്പോ നാണിക്കാൻ ഒന്നുമില്ല. അധികാരം പോകുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് അടുപ്പം കാണിച്ച് അത് നിലനിർത്തുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് അങ്ങോട്ട് പോവാം. ശങ്കര ഇങ്ങോട്ട് വന്നിട്ട് മല അങ്ങോട്ട് പോട്ടെന്ന്. അതിലൊരു നാണക്കേടില്ലെന്ന്. അപ്പൊ നാണക്കേടില്ലല്ലേടാ? എന്തോന്ന് നാണക്കേട്? ഒരു നാണക്കേടുമില്ല. ഇതൊക്കെ രാഷ്ട്രീയ നീക്കങ്ങളാ, രാഷ്ട്രീയ നീക്കങ്ങള്. അതെയല്ലേ? ആ അപ്പോ ഒരു രാഷ്ട്രീയ നീക്കം ധൈര്യമായിട്ടങ്ങ് നടത്താല്ലേ? ആ പിന്നല്ലാതെ. അല്ല ചേച്ചി, ചേച്ചി കണ്ടില്ലേ, ചിരിച്ചിട്ടൊന്നും തിരിച്ച് ചിരിക്കുന്ന പോലുമില്ല. ചിരിക്കും. ചിരിപ്പിക്കേണ്ടത് ചേച്ചിയുടെ ജോലിയാണ്. ആ പിന്നെ എവളെ ചിരിപ്പിച്ചിട്ട് എനിക്കൊന്നും സാധിക്കാനില്ല. ദേ ചേച്ചി, ആവശ്യക്കാരിപ്പോ നമ്മളാ. ആവശ്യക്കാരന് ഔചിത്യം പാടില്ല. ചേച്ചി വന്നേ. ശത്രുവിനെ തകർക്കാൻ ആർക്കും പറ്റും, പക്ഷെ ശത്രുവിനെ പാട്ടിലാക്കി പരാജയപ്പെടുത്തുക, അതാണ് കഴിവ്. അതേത് പാട്ട്? അപ്പൊ അങ്ങനെ പാടുന്ന പാട്ടല്ല, നമ്മുടെ വരുതിയിൽ കൊണ്ടുവരിക. വരണം. ഒന്ന് പാട്ടിലാക്കി വാ, നോക്കാല്ലേ? വാ, വന്നേ. വാ. പാട്ടിലാക്കിക്കോ. കണ്ട അതിന് പാടി ഞാൻ ആദ്യം. നീ ലീലാവ് ചേച്ചി, സൈ ചേച്ചി ലീലാവ് ചേച്ചിയെ കാണാൻ വന്നതാണ്. ഞാനെന്താ കാഴ്ച വെച്ചോ? ഇതെന്താ കാഴ്ച ബംഗ്ലാവോ? കണ്ട കണ്ട ലീലാവ് ചേച്ചിയുടെ സെൻസ് ഓഫ് ഹ്യൂമർ കണ്ട. എന്റെ അമ്മോ, ഈ കോമഡിയൊക്കെ ഇത് എവിടെ കൊണ്ട് വെച്ചിരിക്കുന്നു. ആ, ചിലരങ്ങനെയാടാ. ആ. സ്നേഹമുള്ളവരെ കാണുമ്പോൾ തമാശ പറയാ, ചിരിക്കാ. എങ്ങനെ? എന്താ സ്നേഹമുള്ളവരോ? ആർക്ക്? ആരോട് സ്നേഹം? എങ്ങനെ? എപ്പ സ്നേഹം? ആരാ ചാർക്ക്? ആ. നോക്കടാ, എന്റെ മുമ്പിൽ നിൽക്കുന്നത് ഈ ആൾക്ക്. ലീലാവ് ചേച്ചിയുടെ സ്നേഹത്തെ കുറിച്ച് പറയാ സൈ ചേച്ചി. ആ, അതിന് പ്രത്യേകിച്ച് എന്തിനു പറയണം? ലോകത്തെ എല്ലാവർക്കും അറിവുള്ള കാര്യല്ലേ. ഞാനൊരു സത്യം പറയാം. ആ സത്യം ലീലാവതി വിശ്വസിക്കുമോന്നറിയില്ല, പക്ഷെ സംഗതി സത്യമാണ്. ആ, സത്യമാണെങ്കിൽ പിന്നെ വിശ്വസിച്ചല്ലേ പറ്റൂ. വേണ്ട വേണ്ട, എന്നെ അങ്ങനെ ഓരോന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കണ്ട. അയ്യോ, ഈശ്വര, ഹൃദയം എടുത്ത് കാണിച്ചാലും ചെമ്പരത്തി പൂന്ന് പറയുന്ന ലോകമാണല്ലോ. ചെമ്പരത്തി പൂ എടുത്ത് കാണിച്ചേ കുറെ കാലം ഹൃദയം എന്ന് പറഞ്ഞ് എന്നെ പറ്റിച്ചു. ഏ? അതുകൊണ്ട് ഞാൻ ഒരു കാര്യം വെറുതെ എളുപ്പം അങ്ങോട്ട് വിശ്വസിക്കാൻ പോണില്ല. അവ. അയ്യോ, ഞാൻ അതിന് കരയാൻ വേണ്ടി ഒന്നും പറഞ്ഞില്ലല്ലോ. ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ഇപ്പം ലീലാവ് ചേച്ചി കാരണം സൈ ചേച്ചി കരയാ. ഏ? ഈശ്വര, ഇത്രമാത്രം പരിഹാസം ശ്രവിക്കാനാണോ ഞാൻ ചേച്ചി. ഇങ്ങോട്ട് വന്നത്? കണ്ട ദേ, ചേച്ചി ഒന്ന് ആശ്വസിപ്പിക്കേ പ്ലീസ്. ആശ്വസിപ്പിക്കേ. ഞാനെന്തിനാ ആശ്വസിപ്പിക്കുന്നത്? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അയ്യോ, അയ്യോ, ദാ പിന്നെ കരയുന്നു. ദേ ചേച്ചി, ന്യായം പറഞ്ഞുകൊണ്ട് നിൽക്കാനുള്ള സമയമില്ല. ചേച്ചി ഒരു ആശ്വാസവാക്ക് പറയണം. പോട്ടെ, കരയണ്ടെന്ന് പറഞ്ഞാ മതി. അയ്യോ, അതിന് ഞാനൊന്നും അയ്യോ, ദാ. ചേച്ചി പോട്ടെ, കരയാതെ എന്നൊന്ന് പറയണം. ചേച്ചി പോട്ടെ, കരയണ്ട. ആരോട്? ആരോട്? ആത്മാർത്ഥമില്ലാതെ പറയുന്നേട്ട് എന്നെ കളിയാക്കുന്ന പോലെ. ചേച്ചി ഒന്ന് തന്മയത്വത്തോടുകൂടി പറ, ഒന്ന് ഭാവത്വത്തോടുകൂടി പറ. പോട്ടെ, സാരമില്ല എന്ന് ചാരുവിനോട് പറ. പോട്ടെ, സാരമില്ല. വേണ്ട പിന്നെ. വേണ്ട, എനിക്ക് തൃപ്തിയായില്ല. ചേച്ചി അല്പം ഒന്ന് ഭാവന കലർത്തി പറ. ഞാൻ പറയാം, കണ്ടോ? പോട്ടെ, പോട്ടെ സതി, സാരമില്ല സതി, പോട്ടെ. ആ, അങ്ങനെ പറ. ആ, പറ. പോട്ടെ, ആ. സാരമില്ല, ആ. സാരമില്ല. ആ. ഇത്രയും പറയാനാണ് എന്നെ ഇട്ട് ഇങ്ങനെ വിഷമിപ്പിച്ചത്. എന്റെ ദൈവമേ. മതി, എനിക്ക് സന്തോഷമായി. ഓക്കേ. ഞങ്ങൾ ഒറ്റ സെറ്റാ. അതെങ്ങനെ ശരിയാവും? ഞാൻ പ്രതിപക്ഷത്തല്ലേ? അയ്യോ, കണ്ട ചേച്ചി, ചേച്ചി വീണ്ടും കരയുന്നുണ്ടാ? ചേച്ചി കരയരുത് പ്ലീസ്. ശരി, ഞാൻ പറഞ്ഞത് പിൻവലിച്ചു. മതി, ഇത് മതി. ഞാൻ ആലോചിക്കായിരുന്നു, ലീലാവതി, ഭൂമി മർത്യജന്മം എന്ന് പറഞ്ഞ എത്ര കാലമാ? ഒരു 60 70 വർഷം. അയ്യോ, ഞാൻ 94 വയസ്സ് വരെ ജീവിക്കുമെന്നാണ് ജാതകത്തില്. അയ്യോ, ആ ശരി, ഭൂമിയിൽ മർത്യജന്മം എന്ന് പറയുന്ന 94 വയസ്സ് വരെയാണ്. ബാക്കി ജന്മം നമുക്ക് ആഹ്ലാദകരമായി സന്തോഷമായി ജീവിക്കാം. മത്സരത്തിലൊന്നും ഒരർത്ഥവും ഇല്ല. ശരി, സമ്മതിച്ചു. പക്ഷേ
അങ്ങനാണെങ്കിൽ ആ പ്രസിഡന്റ് പദവി എനിക്കിങ്ങ് തരണം. അയ്യോ കഷ്ടം. അപ്പൊ ഞാനും ലീലാവതിയും തമ്മിൽ ഒരു പ്രസിഡന്റ് പദവിയുടെ അടുപ്പം മാത്രമേ ഉള്ളല്ലേ? അതെ ലീലാവ് ചേച്ചി, ഈ പ്രസിഡന്റ് പദവി ഉണ്ടല്ലോ അത് വരും പോവും. പക്ഷെ മനുഷ്യർ തമ്മിലുള്ള ബന്ധം അത് ശരി പോട്ടെ. ലീലാവതിക്ക് ഇപ്പൊ പ്രസിഡന്റ് പദവി വേണം, അത്രയല്ലേ ഉള്ളൂ. അല്ല, ഞാൻ പറഞ്ഞത് ലീലാവതി പറഞ്ഞത് ഞാൻ കേട്ടു. പ്രസിഡന്റ് സ്ഥാനം വിട്ടുതരണം. തരാം, വിട്ടുതരാം. എന്ന് വിട്ടുകൊടുക്കുമെന്ന് കൂടി ഇവിടെ പറഞ്ഞ ചേച്ചി. എന്ന് വേണമെങ്കിലും കൊടുക്കും. ഇന്ന് വേണോ? കൊടുത്തേക്കാം. വേണോ? ഇന്ന് വേണോ? വേണോ? ലീലാ ചേച്ചി പറ, ഒറ്റ വാക്ക്, ഒരേ ഒരു വാക്ക്, ഇന്ന് വേണോ? പക്ഷെ ഇപ്പൊ എന്നെ എടുക്കണം. കണക്ക് സഹിതം ഞാൻ അങ്ങോട്ട് തരും. അത് ശരി. അപ്പൊ ബാധ്യതകൾ ഉൾപ്പെടെ കൊടുക്കുമെന്നാ? അത് ലീലാ ചേച്ചിക്ക് ബുദ്ധിമുട്ടായി പോവല്ലോ. നീ വെറുതെ ഓരോന്ന് പറയാടാ. ഞാനിതാ സർവാധികാരവും ലീലാവതിക്ക് വിട്ടുകൊടുക്കുകയാണ്. അല്ല, ഇതിപ്പോ ഉടനെ ഞാൻ ഉടനെ വിട്ടുതരും. അല്ല, ഞാൻ ഉടനെ വിട്ടുതരും. അല്ല വേണ്ട, ഇന്നിപ്പോ ഉടനെ വേണമെന്നില്ല. അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. എനിക്ക് എത്രയും പെട്ടെന്ന് അധികാര കൈമാറ്റം നടത്തണം. വേണ്ട, വേണ്ടെന്ന് പറഞ്ഞില്ലേ സതി? ഇത് കേട്ടിട്ടുണ്ടല്ലോ, എന്റെ കണ്ണുകൾ നിറയാണ്. അയ്യോ, ഇതാണ് ബന്ധത്തിന്റെ ശക്തി. ഒരു സ്ഥാനം തിരസ്കരിക്കുമെന്ന് ഒരാൾ, ആ സ്ഥാനം ഏറ്റെടുക്കുന്നത് മറ്റൊരാൾ. ഈശ്വര, ഇത്രയും വലിയൊരു അപാരമായ സ്നേഹം കാണാൻ വേണ്ടിയാണല്ലോ നീ എനിക്ക് കണ്ണുകൾ തന്നത്, ജഗദീശ്വര. ഇനി ഒരുപാട് കാര്യങ്ങൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ. കൂട്ടുകാരി, ഞാൻ വിളിച്ചത് കേട്ടില്ലേ കൂട്ടുകാരി? എന്തോ എന്ന് വിളി കേക്കണം ചേച്ചി. അയ്യോ, ആയന്തല്ല, ആയന്തല്ല ഒരു ചാരുലതയില്ല, സംഗീതമില്ല, ഒഴുക്കില്ല, മറ്റെന്തോ മതി. എന്തോ ഭഗവാനെ, നമ്മൾ ഇനിമൽ കൂട്ടുകാരികളല്ലേ? ബെസ്റ്റ് ഫ്രണ്ട്സാ. എടി പ്രശ്നം, ഭയങ്കരമായ പ്രശ്നം. എന്താ സൂണേട്ടാ? എടി നമ്മുടെ നിലനിൽപ്പെല്ലാം ആകെ അവതാളത്തിലാവാൻ പോവുകയാണ് ശാരദ. സൂണേട്ട കാര്യം പറ. അയ്യോ, എനിക്ക് ചുറ്റും ഇതാ ഭൂമി കിടന്ന് കറങ്ങുകയാണ്. ലോകത്തിലാകെ ഒരു ഇരുട്ട്, ഒരു മൂടല്. ഈശ്വരൻ, കേട്ടിട്ട് പേടിയാവണല്ലോ. വിവരം അറിഞ്ഞപ്പോ ഞാൻ പേടിച്ച എന്റെ 10-1 അംശം നീ പേടിച്ചാണല്ലോ. സൂണേട്ട കാര്യം പറ. ഒന്നിച്ച് ശാരദ, അവരൊന്നിച്ച്. ഒന്നിച്ചോ? ആരൊന്നിച്ചെന്നാ? ആരൊന്നിച്ചാലാണോ നമ്മുടെ നിലനിൽപ്പ് ഭീഷണിയാവുന്നത് അവർ ഒന്നിച്ച്. സൂണേട്ടൻ പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എന്റെ ശാരദ, ലീലാവ് ചേച്ചിയും സതി ചേച്ചിയും ഒന്നിച്ചെന്ന് സുഹൃത്തുക്കളായി. ശാരദ, ശാരദ, അയ്യോ ശാരദ, അയ്യോ എന്ത് പറ്റി? ശാരദ, എന്താ എന്താ പറഞ്ഞത്? അയ്യാ, എന്താ പറഞ്ഞത്? എന്താ? ശാരദ, എന്നൊന്നും ചെയ്യരുത്. ഞാനല്ല, പ്ലീസ് എന്നൊന്നും ചെയ്യരുത്. എന്നാലും ചതിച്ചു കളഞ്ഞല്ലോ സൂണേട്ട, ചതിച്ചു കളഞ്ഞല്ലോ. അതെന്ന് ശാരദ, ചതിച്ചു കളഞ്ഞു. അവരൊന്നിക്കാതിരിക്കാൻ വേണ്ടിട്ട് എന്തെല്ലാം കളികളാണ് നമ്മൾ കളിച്ചത്. എന്നാലും നമ്മളെ വിഷമിപ്പിക്കാൻ വേണ്ടി അവരെന്തിനാ ഒരുമിച്ചത്? വിധിയാണ് ശാരദ, വിധി. വിധിയുടെ വിളയാട്ടങ്ങളാണ്. സൂര്യൻ പടിഞ്ഞാറുദിച്ചെന്ന് പറഞ്ഞാലും കാക്ക മലന്ന് പറക്കുമെന്ന് പറഞ്ഞാലും നമ്മൾ വിശ്വസിക്കുമായിരുന്നു. പക്ഷെ സതിലീലാവതി സംഗമം ലോകത്ത് നടക്കുകയില്ലെന്ന് നമ്മൾ കണക്ക് കൂട്ടി. എല്ലാം തകർന്നു, പൊളിഞ്ഞു. വിഷമിക്കരുത് സൂണേട്ടാ, നമ്മൾ ആരോഗ്യത്തോടെ ഉണ്ടല്ലോ. നമ്മൾ വിചാരിച്ച, ആത്മാർത്ഥമായിട്ട് വിചാരിച്ച അവരെ തമ്മിൽ അകറ്റാനാണോ പ്രയാസം? അത് നീ പറഞ്ഞ നേരാണ്. നമ്മൾ സകല ദൈവങ്ങളെ മനസ്സിൽ വിചാരിച്ചെന്ന് കളത്തിൽ ഇറങ്ങിയുണ്ടല്ലോ, പിന്നെ കളി പഠിപ്പിക്കും. ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെയാ നമ്മൾ കടന്നു പോകുന്നത്. ഇവിടെ നമ്മൾ തോൽക്കാൻ പാടില്ല. കറക്റ്റ്. നമ്മൾ തന്ത്രപരമായി അവരെ അകറ്റണം. ശത്രുക്കളായി നിന്നാലേ അവരെ കൊണ്ട് ജീവിക്കുന്നവർക്ക് ജീവിതം ആസ്വദിക്കാൻ പറ്റും. ഇന്ന് മുതൽ തന്നെ നമ്മൾ അകറ്റൽ പ്രക്രിയ തുടങ്ങണം സൂണേട്ടാ. വേണം. അവരുടെ ഓരോ നീക്കവും നമ്മൾ സസൂക്ഷ്മം നിരീക്ഷിക്കണം. ODK ശകുന്തള അവരുടെ സഹായവും അഭ്യർത്ഥിക്കണം. അവര് പക്ഷെ മറുകണ്ഠം ചാടിക്കളഞ്ഞു. ഒന്നിപ്പിക്കാൻ വേണ്ടി അവരാണ് മുൻകൈ എടുത്തത്. ആ കൈ നമ്മുടെ വരുതി വരുത്തണം സൂണേട്ടാ. നീ പറഞ്ഞത് കറക്റ്റാണ്, കറക്റ്റ്. മനുഷ്യൻ വിചാരിച്ചാൽ നടക്കാത്തതൊന്നുമില്ല. ചന്ദ്രനിലും ചൊവ്വയിലും ഒക്കെ ചെന്നിറങ്ങാൻ പറ്റുമെങ്കിൽ രണ്ടുപേരെ തമ്മിൽ തെറ്റിക്കാനാണോ പ്രയാസം?
ഓക്കെ. കഴിക്ക് ലീലു. സതി ചേച്ചി എന്താ വിളിച്ചത്? ലീലു എന്ന് ഞാൻ ഇനി അങ്ങനെ വിളിക്കും. ലീലു. സ്നേഹം കൂടുമ്പോ ഓമന പേര് വിളിക്കുന്ന നല്ലത്. അപ്പൊ ഇനി ലീലാവ് ചേച്ചി സതി ചേച്ചിയെ സതു എന്ന് വിളിക്കണം. ലീലു സതു, മായാവി ഡാക്കിനി പോലെ. അപ്പഴേ ലീലു, എനിക്കൊരു മോഹം. എന്താ? അല്ല, അത് ഞാൻ എങ്ങനെ പറയുമെന്നാണ്. ഇത് നാണിക്കാതെ അങ്ങോട്ട് പറ, എപ്പോഴായാലും പറയാനുള്ളതല്ലേ. എനിക്കും ലീലുവിനും ചേർന്ന് നിന്ന് ഒരു ഫോട്ടോ എടുക്കണം. അത് ശരി, അതിനാണോ ഇത്ര നാണം? അല്ല, ഉള്ളിലെ ആഗ്രഹം അറിയിക്കുമ്പോ ഒരു നാണമൊക്കെ വരും അല്ലേ? അല്ല, ഈ ഫോട്ടോ എന്നൊക്കെ പറയുമ്പം ക്യാമറ വേണ്ടേ? അതിനല്ലേ മൊബൈല്. മൊബൈൽ വെച്ചൊരു ഫോട്ടോ അങ്ങ് എടുക്കണം. ആ, ശാസ്ത്രം ഓരോ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്ന ആർക്ക് വേണ്ടിയാ? നമ്മള് മനുഷ്യർക്ക് വേണ്ടിയല്ലേ. വരൂ ലീലാവതി, നമുക്കിങ്ങനെ ചേർന്ന് നിന്ന് അടുത്തിരുന്നൊരു ഫോട്ടോ എടുക്കാം. അല്ല, ഈ ഫോട്ടോ എന്നൊക്കെ പറയുമ്പം ഇഷ്ടമില്ലല്ലേ? വേണ്ട, എന്നോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാൻ ഇഷ്ടമില്ലെങ്കിൽ വേണ്ട, നിർബന്ധിക്കുന്നില്ല. വേണ്ട, വിട്ടേക്ക് വിട്ടേക്ക്. വേണ്ട വേണ്ട, ഒന്നും പറയണ്ട. എത്താക്കുമ്പോ പിടിക്കാൻ ഞാൻ കൈ നീട്ടിടുമായിരുന്നു. അയ്യോ, അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞു. ആ, അതെ, ലീല ചേച്ചി അറിയാതെ പറഞ്ഞു പോയല്ലേ. നിങ്ങളൊന്ന് ചേർന്ന് നിൽക്കണം. എന്നാ ലീലു എന്നെ ചേർത്ത് പിടിക്കണം. ഓ, ചേർത്ത് പിടിക്ക്. ആ, റെഡി? ഓക്കെ. ഇനി ഇതാ ഇവിടെ ഒരു ഉമ്മ. എന്താ? ഇവിടെ ഒരു ഉമ്മ തരണോന്ന്. അയ്യോ അയ്യോ, കൂട്ടുകാർ നാണിക്കാനാ. റെഡി? എന്താ ഇതാ കൊടു. ഞാൻ പറയാം. ഓക്കെ. ഇനി ഈ പോസ്. അടുത്ത ഓക്കെ. ഒരു മിനിറ്റ് അങ്ങനെ നിൽക്കണേ. സൂംബാക്ക് ചെയ്തെടുക്കാം. ആ, അത് നല്ല ഫോട്ടോ ആണ് ഇത് കേട്ടോ. ഒന്നുകൂടെ മിനിറ്റ്. കിട്ടിയോ? എല്ലാം കിട്ടിയോ? കിട്ടിയോടാ? നോക്കട്ടെ. നോക്ക്, എടുത്താലും കണ്ട. എല്ലാം ക്ലിയർ ആണല്ലോ. എല്ലാം ക്ലിയർ ആണ്. എന്നാൽ താങ്ക് യു ലീലാവതി. എന്തിനാ താങ്ക്സ്? അടുത്ത ഇലക്ഷന് ജയിക്കാൻ എനിക്ക് ഈ ഫോട്ടോകൾ ധാരാളം. എന്താ? ഈ ഫോട്ടോകൾ ഉപയോഗിച്ച് ഞാൻ വീണ്ടും തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്ന പ്രതിപക്ഷ നേതാവ് ലീലാവതി എനിക്ക് ഫുൾ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഈ ഫോട്ടോ നിരക്കും. പ്രതിപക്ഷ നേതാവ് പ്രസിഡന്റിനെ ഉമ്മ വെച്ചുകൊണ്ടുള്ള ചിത്രം പിടിച്ചു നിർത്തുന്ന പടം, എനിക്ക് വിജയം നേർന്നുകൊണ്ടുള്ള പോസ്, അങ്ങനെ പ്രതിപക്ഷത്തിലെ സകല വോട്ടുകളും എനിക്ക് തന്നെ കിട്ടുന്ന ഈ ഫോട്ടോകൾ എനിക്ക് സമ്മാനിച്ചതിന് നന്ദി ശ്രീമതി ലീലാവതി. നന്ദി. അയ്യോ, ജ്യൂസിങ് എടുക്ക്. തെളിക്ക്.